Our topic is effective temperature. അപ്പോൾ എന്താണ് ഈ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കാണാൻ പോവുക. അപ്പോൾ ആദ്യം ദ ഡിഗ്രി ഓഫ് വാംത്ത് ഓർ കോൾഡ് ഫെൽറ്റ് ബൈ എ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ ഫോളോയിങ് 3 ഫാക്ടേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഹ്യൂമൻ കംഫർട്ടിന് കാരണമാകുന്ന 3 ഘടകങ്ങൾ, 3 മെയിൻ ഘടകങ്ങളായ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ വെലോസിറ്റി. ഇത് 3 നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 3ൻ്റെയും കോമ്പിനേഷൻ, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ വെലോസിറ്റി, ഇത് 3ൻ്റെയും ഒരു കമ്പൈൻഡ് എഫക്റ്റായ എഫക്റ്റീവ് ടെമ്പറേച്ചറാണ് പഠിക്കാൻ പോവുക. In order to evaluate the combined effect of these factors, the term effective temperature is employed. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈ ബൾബ് നമുക്ക് കംഫർട്ട് തരുന്ന ഒരു ടെമ്പറേച്ചറിലാണ് ഡ്രൈ ബൾബ് ഇരിക്കുന്നത്. പക്ഷേ ഹ്യൂമിഡിറ്റി കൂടുകയോ കുറയുകയോ ചെയ്താലും നമുക്ക് ഡിസ്കംഫർട്ടാണ്. അതുപോലെ തന്നെയാണ് എയർ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്താലും ഡിസ്കംഫർട്ട് വരും. ഇനി അതല്ല, ഡ്രൈ ബൾബും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും നമുക്ക് കംഫർട്ട് തരുന്ന ഒരു വാല്യൂവിലാണ് ഇരിക്കുന്നതെങ്കിലും എയർ വെലോസിറ്റി വളരെ ഹൈയോ വളരെ ലോ ആണെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പം ഇത്തരത്തിൽ ഈ 3 പാരാമീറ്ററും ഒരു ഒപ്റ്റിമം ആയിരിക്കണം. എന്തിനു വേണ്ടി? ആ ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻസിന് കംഫർട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻസിന് മാക്സിമം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ 3 പാരാമീറ്റേഴ്സിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 പാരാമീറ്റേഴ്സിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്, അതാണ് എഫക്റ്റീവ് ടെമ്പറേച്ചറിലൂടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സെൻറ്റൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഞാനൊരു ഡയഗ്രാം കാണിക്കാം. നമ്മൾ ഈ ഡയഗ്രത്തിനെ വിളിക്കുന്ന പേരാണ് കംഫർട്ട് ചാർട്ട്. നമുക്ക് ആദ്യം ഈ ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രത്തിൻ്റെ വൈ ആക്സിസിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറുണ്ട്, എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറുണ്ട്. ഇനി നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സമ്മർ സീസണിൽ നടത്തിയൊരു സ്റ്റഡിയും അതുപോലെ വിൻ്റർ സീസണിൽ നടത്തിയൊരു സ്റ്റഡിയുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരാം. ഇനി അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസും ഉണ്ട്. 100%, ഈ കാണുന്ന രീതിയിൽ 90%, 80%, അങ്ങനെ പോയി 10% വരെയൊക്കെയുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം ആകെ ഹൊറിസോണ്ടൽ ലൈനായ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനും വെർട്ടിക്കൽ ലൈനായ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനും അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് മാത്രമായിരിക്കും നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി സമ്മർ സീസണോ വിൻ്റർ സീസണോ അതുപോലെ തന്നെ ഈ രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ലൈനോ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് പറയുന്നു. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വായിക്കുന്നു. ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. അതായത് എഫക്റ്റീവ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ഡ്രൈ ബൾബിൻ്റെയും അതുപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെയും എയർ വെലോസിറ്റിയുടെയും ഒക്കെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാൻ പോവുക. എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് എന്ന് കണ്ടോണം. The numerical value of effective temperature is made equal to the temperature of still or 5 to 8 meter per minimum meter per minute air velocity saturated air. അതായത് നമ്മൾ എഫക്റ്റീവ് ടെമ്പറേച്ചറിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എയർ എന്ന് പറയുന്നത് ഒരു സാറ്റുറേറ്റഡ് എയർ ആണ്. ആ എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ അത് സ്റ്റില്ലായിട്ടുള്ള എയറാണ്. അതല്ല എങ്കിൽ ഒരു 5 to 8 meter per minute വെലോസിറ്റിയുള്ള എയറാണ്. ഇനി വിച്ച് പ്രൊഡ്യൂസസ് ദ സെയിം സെൻസേഷൻ ഓഫ് വാംത്ത് ഓർ കൂൾനെസ് ആസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ദ ഗിവൺ കണ്ടീഷൻ. അപ്പം ഈ ഒരു ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഡയഗ്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും അതുപോലെ തന്നെ ഇത്തരത്തിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇനി ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസിൽ നമ്മൾ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ലൈൻ നോക്കുക. അപ്പോൾ
ഈ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുള്ള ലൈനിലെ ഒരു പോയിൻ്റ് എടുത്താൽ, ഈ പോയിൻ്റ് എടുത്താൽ അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് 12 വെറ്റ് ബൾബ് കാണിക്കും. അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് 12 ഡ്രൈ ബൾബും കാണിക്കും. നമുക്കറിയാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ഉള്ള സാറ്റുറേഷൻ കർവിൽ ഒരു പോയിൻ്റ് എടുത്താൽ അവിടെയുള്ള ഡ്രൈ ബൾബും വെറ്റ് ബൾബും സെയിം ആയിരിക്കും. അതുപോലെ ഡ്യൂ പോയിൻറ്റും സെയിം ആയിരിക്കും നമുക്കറിയാം. ഇനി ഇതുപോലെ അടുത്തൊരു പോയിൻ്റ് എടുത്തു, പോയിൻ്റ് 14. ഈ പോയിൻ്റ് 14ലും ഡ്രൈ ബൾബ് വെറ്റ് ബൾബ് 14 ഡ്രൈ ബൾബും 14. അപ്പോൾ ആ രീതിയിൽ നമ്മൾ 12, 14, 16, 18, 20, 22, 24, 26 ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചു സാറ്റുറേഷൻ കർവിൽ. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ലൈൻ ഫോക്കസ് ചെയ്യുക. ഇനി അതിനുശേഷം ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ലൈൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലൈനുകളാണ്. അതായത് 16 എന്ന് പറയുന്ന ലൈൻ, അതുപോലെ 18 എന്ന് പറയുന്ന ലൈൻ, 20 എന്ന് പറയുന്ന ലൈൻ, 22 അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമുക്ക് 16 എന്ന് പറയുന്ന ലൈൻ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് 16 വന്നതെന്ന് നമുക്കറിയാം. കാരണം വെറ്റ് ബൾബ് ടെമ്പറേച്ചറും 16, അതുപോലെ തന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 16. അപ്പോൾ ഈ 16 വെറ്റ് ബൾബും 16 ഡ്രൈ ബൾബും അതുപോലെ തന്നെ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സാറ്റുറേറ്റഡ് എയറിനെ ഞാൻ റൂമിലേക്ക് സപ്ലൈ ചെയ്തു. അങ്ങനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആ റൂമിനകത്ത് ഹ്യൂമൻസ് ഉണ്ട്. അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാംത്ത് അല്ലെങ്കിൽ ഒരു കൂൾനെസ്. അതായത് ആ എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്തപ്പോൾ ആ റൂമിൽ അവർ ഇരുന്നപ്പോൾ അവർക്ക് എന്താണോ ഒരു ഫീലിംഗ് കിട്ടിയത് അത് നമ്മൾ സ്റ്റഡി ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ 16/16 മറ്റൊരു കോമ്പിനേഷൻ എടുക്കുകയാണ്. അതായത് ഈ അടിയത്തൊരു ലൈൻ എടുക്കുക. എളുപ്പത്തിന് വേണ്ടി ഈ അടിയത്തൊരു ലൈൻ എടുത്താൽ ഇവിടുത്തെ കോമ്പിനേഷൻ എന്താണ്? ഇവിടുത്തെ ഡ്രൈ ബൾബ് എന്ന് പറയുമ്പം ഒരു 19 വരുമായിരിക്കും. വെറ്റ് ബൾബ് എന്ന് പറയുമ്പോൾ ഒരു 7 വരുമായിരിക്കും. അപ്പോൾ ഇനി ഈ ഡ്രൈ ബൾബ് ഒരു 19 അതുപോലെ വെറ്റ് ബൾബ് 7 ഉള്ള എയർ, അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണ്? 10%. അപ്പോൾ ഈ ഡ്രൈ ബൾബും വെറ്റ് ബൾബും അതുപോലെ ഈ 10% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്തു. അപ്പോഴും റൂമിലുള്ള ആൾക്കാർക്ക് കിട്ടിയ ഒരു എഫക്റ്റ് സെയിം എഫക്റ്റാണ്. അതായത് അവർ ചോദിച്ചു, ആദ്യത്തെ അതേ എയറിനുള്ള അതേ ഫീലിംഗ് തന്നെയാണ് അവർക്ക് ഈ രണ്ടാമത്തെ ഈ കോമ്പിനേഷനിലും കിട്ടുന്നത്. സെയിം ഒരു വാംത്തോ അല്ലെങ്കിൽ ഒരു കൂൾനെസ്സോ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഒരു കൂൾനെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സെയിം ഒരു എഫക്റ്റാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത 16 മറ്റൊരു കോമ്പിനേഷൻ എടുക്കുന്നു എന്ന് കരുതുക. ഈ ഒരു കോമ്പിനേഷൻ എടുക്കുന്നു. ഇവിടുത്തെ ഡ്രൈ ബൾബ് എന്ന് പറയുമ്പോൾ ഒരു 17 വരാം, വെറ്റ് ബൾബ് എന്ന് പറയുമ്പോൾ ഒരു 13 വരാം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 60% ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലുള്ള എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്തപ്പോഴും അവർക്ക് സെയിം ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആദ്യം വിട്ട ആ സാറ്റുറേറ്റഡ് എയറിന് സപ്ലൈ ചെയ്തപ്പോഴുള്ള എന്താണോ ആ ഒരു ഫീലിംഗ്, ആ ഒരു 16°C എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്താണോ അത് തന്നെയാണ് അവർക്ക് ബാക്കി എല്ലാ കോമ്പിനേഷൻസും കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സെയിം എഫക്റ്റ് കിട്ടുന്ന ആ കോമ്പിനേഷൻസിനെ എല്ലാം കൂടെ ഒരൊറ്റ ലൈനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്ത് അതിനെ 16°C എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ പല കോമ്പിനേഷൻസാണ്. ഡ്രൈ ബൾബും വെറ്റ് ബൾബും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും പല കോമ്പിനേഷൻസിലിട്ട് കൊടുക്കുമ്പോഴൊക്കെയും നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ, അതായത് 16°C ഡ്രൈ ബൾബും വെറ്റ് ബൾബും 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഉള്ള എയറിനെ സപ്ലൈ ചെയ്തപ്പോഴുള്ള സെയിം ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതാണ് പറയുന്നത് which produces the same sensation of warmth or coolness as produced under the given condition. അപ്പോൾ ഈ 16 എന്ന് പറയുന്ന ഈ ഒരൊറ്റ ലൈനിൽ ഏത് കോമ്പിനേഷൻ സ്വീകരിച്ചാലും കിട്ടുന്ന എഫക്റ്റ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിനെ 16°C എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എന്ന് പറയാം. കാരണം ഏത് കോമ്പിനേഷൻ എടുത്താലും അവിടുത്തെ എഫക്റ്റ് സെയിം ആണ്.
ഇനി അടുത്ത ഒരു ലൈൻ എടുക്കുന്നു 18. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം സപ്ലൈ ചെയ്യുന്നത് 18 വെറ്റ് ബൾബും 18 ഡ്രൈ ബൾബും ഉള്ള 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയറിനെയാണ്. എഗെയിൻ ഈ 18 ലൈനിലെ ഏതൊരു കോമ്പിനേഷൻ സ്വീകരിച്ചാലും അവിടെയൊക്കെയും നമ്മൾ ആദ്യം സപ്ലൈ ചെയ്യുന്ന 18°C സാറ്റുറേറ്റഡ് എയറിന് കിട്ടുന്ന അതേ സെയിം എഫക്റ്റാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ പല പല കോമ്പിനേഷൻസിലൂടെ നമുക്ക് പല പല എഫക്റ്റീവ് ടെമ്പറേച്ചർ കിട്ടുന്നു. 16, 18, 20, 22. അപ്പോൾ ഈ ഓരോ ലൈനിലും ആണ് നമ്മൾ എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എന്ന് പറയുന്നത്. കാരണം ഈ ഓരോ ഈ ലൈനിലുള്ള ഏത് കോമ്പിനേഷൻസിലുള്ള എയറിനെ സപ്ലൈ ചെയ്താലും കിട്ടുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് പല പല ഡിഫറെൻറ്റ് എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻസ് കിട്ടി. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ 14°C എഫക്റ്റീവ് ടെമ്പറേച്ചർ ഉള്ള ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നു. അത് ചിലപ്പം ഡിസ്കംഫർട്ടാകാം, കംഫർട്ടാകാം. 28°C കോമ്പിനേഷനുള്ള എഫക്റ്റീവ് ടെമ്പറേച്ചറുള്ള ഒരു കോമ്പിനേഷനുള്ള എയറിനെ സപ്ലൈ ചെയ്യുന്നു. അതും കംഫർട്ടാകാം, ഡിസ്കംഫർട്ടാകാം. അപ്പോൾ അത് സ്റ്റഡി ചെയ്യണം. അപ്പോൾ അത് സ്റ്റഡി ചെയ്തതാണ് സമ്മർ സീസണിലും വിൻ്റർ സീസണിലും സ്റ്റഡി നടത്തിയപ്പോൾ. സമ്മർ സീസണിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരു 99 അത്രയും റേഞ്ചിൽ പറയാവുന്ന അത്രയും ആൾക്കാർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 21 ആണ്. അത് നമ്മൾ പറയുന്നുണ്ട്. സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ 98% പീപ്പിളിനും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21.6 ആണ്. 21.6°C എന്ന് പറയുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ. ഇതുപോലെ വിൻ്റർ സീസണിൽ നടത്തിയ സ്റ്റഡിയിൽ 97.7 പീപ്പിളിനും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20°C ആണ്. അപ്പോൾ ആ സ്റ്റഡിയാണ് ഈ കാണുന്നത്. ആ സ്റ്റഡി നടത്തിയത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, അത് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചറിലുള്ള പീപ്പിളിനെയാണ് ആശ്രയാണ് ആ സ്റ്റഡി നടത്തിയത്. അപ്പോൾ ആ സ്റ്റഡിയാണ് ഇവിടെ കാണുന്നത്. എന്തിനാണ് ആ സ്റ്റഡി നടത്തിയത്? നമുക്ക് ഈ ഒരു കംഫർട്ട് സോൺ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ പല രാജ്യത്ത് വസിക്കുന്ന പല ആൾക്കാരിൽ നടത്തിയ ആ സ്റ്റഡിയുടെ ബേസിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ എത്തിച്ചേരുക എന്ന് വേണ്ടിയാണ്. അപ്പോൾ ആ കംഫർട്ട് സോൺ എന്ന് പറയുമ്പം 18 to 21 എന്ന് പറയുന്ന റേഞ്ചിലാണ് ആ എഫക്റ്റീവ് ടെമ്പറേച്ചർ കിടക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 70 to 30 എന്ന് പറയുന്ന റേഞ്ചിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലും ആണ് ഈ കംഫർട്ട് സോൺ കിടക്കുന്നതെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ കംഫർട്ട് സോണിനകത്തുള്ള എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനിലുള്ള എയർ മീൻസ് ഈ കംഫർട്ട് സോണിനകത്തുള്ള ഒരു ഡ്രൈ ബൾബോ ഒരു വെറ്റ് ബൾബോ അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലോ ഉള്ള എയറിനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹ്യൂമൻസിന് കംഫർട്ടായിരിക്കും. ഇനി ഓർക്കേണ്ട ഒരു കാര്യം കൂടെ, അതേ സമ്മർ കണ്ടീഷൻ അല്ലെങ്കിൽ വളരെ ഹോട്ടായിട്ടുള്ള പ്ലേസസിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്പം കൂടിയിരിക്കുന്നതാണ് ആസ് കമ്പയർഡ് ടു കോൾഡ് റീജിയൻസ് കംഫർട്ടബിൾ. ഇപ്പോൾ കോൾഡ് റീജിയൻസിൽ വസിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് താഴ്ന്ന് എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്പം കുറഞ്ഞിരിക്കുന്നതാണ് കംഫർട്ടബിൾ. അപ്പോൾ ഇതാണ് ആ സ്റ്റഡി. അപ്പോൾ ഈ സ്റ്റഡിയുടെ ബേസിൽ നമുക്ക് കംഫർട്ട് സോൺ കിട്ടുന്നു. അപ്പോൾ ആ കംഫർട്ട് സോണിൽ ആണ് ആ കംഫർട്ട് സോണിൻ്റെ ബേസിൽ നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഹ്യൂമൻ കംഫർട്ടിന് കാരണമാകുന്നു. ദെൻ എ ക്ലോസ് സ്റ്റഡി ഓഫ് ദ ചാർട്ട് റിവീൽസ് ദാറ്റ് സെവറൽ കോമ്പിനേഷൻസ് ഓഫ് വെറ്റ് and dry bulb temperatures with different relative humidities will produce the same effective temperature. അതാണ് നമ്മൾ 16 18 ഏത് എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എടുത്താലും അതിൽ ഏത് കോമ്പിനേഷൻസ് സ്വീകരിച്ചാലും അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ importance. Then the comfort conditions for persons at work vary with the rate of work
and the amount of clothing worn. In general, the greater the degree of activity, the lower the effective temperature necessary for comfort. അതായത് ഇപ്പോൾ ഒരു ജിം എടുക്കുന്നു, അതുപോലെ ഒരു ബെഡ്റൂം എടുക്കുന്നു. ബെഡ്റൂമിൽ ആൾക്കാർ അവത്തിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ അത്ര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഹൈ ലെവൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അതേസമയം ജിമ്മിലാകുമ്പോൾ വളരെ ഹാർഡായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പ്ലേസും കമ്പയർ ചെയ്യുമ്പോൾ ജിമ്മിലായിരിക്കും കുറച്ചും കൂടെ കുറഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചറുള്ള എയറിനെ സപ്ലൈ ചെയ്യേണ്ടത്. അതേസമയം ബെഡ്റൂമിൽ കുറച്ച് കൂടിയ എഫക്റ്റീവ് ടെമ്പറേച്ചർ, കൂടുക എന്ന് പറഞ്ഞാലും ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്നതായിരിക്കണം. അതായത് ജിമ്മിലേക്ക് ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എഫക്റ്റീവ് ടെമ്പറേച്ചർ ഉള്ള കോമ്പിനേഷൻ സപ്ലൈ ചെയ്യാം. അതേസമയം റൂമിലേക്ക് ഒരു 20 അല്ലെങ്കിൽ 21 റേഞ്ചിലുള്ള കോമ്പിനേഷനുള്ള എഫക്റ്റീവ് ടെമ്പറേച്ചർ കോമ്പിനേഷനിലുള്ള ഒരു എയർ. കോമ്പിനേഷൻ എന്ന് പറയുമ്പം വെറ്റ്, ഡ്രൈ, വെറ്റ് ബൾബ്, ഡ്രൈ ബൾബ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെയാണ് ഞാൻ കോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ 20 ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ 20 ലൈൻ ഇവിടെയുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കത്തില്ല ഇവിടെയുള്ളത്, ഇവിടെയുള്ള കോമ്പിനേഷൻ ആയിരിക്കത്തില്ല ഇവിടെയുള്ളത്. കാരണം ഈ 20 എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എടുത്താൽ അതിലെ ഓരോ പോയിന്റിലും ഡിഫറൻറ്റ് ഡ്രൈ ബൾബും വെറ്റ് ബൾബും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരിക്കും ഉള്ളത്. എനിവേ, അപ്പോൾ നമുക്ക് ഒരു ജിമ്മിൽ വേണ്ട എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്പേസിൽ വേണ്ട എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കണം. അതേസമയം അത്ര ആക്ടിവിറ്റി ഇല്ലാത്തൊരു സ്പേസിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്പം ഹൈ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംഫർട്ട് കിട്ടുന്ന റേഞ്ച് ഇതാണ്. അപ്പോൾ അതിൽ തന്നെയും ഏതാണോ നമ്മൾ സ്പേസ്, ആ സ്പേസിൻ്റെ അകത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ എഫക്റ്റീവ് ടെമ്പറേച്ചർ വേരി ചെയ്യിക്കും. എനിവേ, ഈ കംഫർട്ട് സോണിലായിരിക്കണം എഫക്റ്റീവ് ടെമ്പറേച്ചർ നിൽക്കുക. അതായത് 70 to 30 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റേഞ്ചും അതുപോലെ 18 to 21 എഫക്റ്റീവ് ടെമ്പറേച്ചർ റേഞ്ചും. ദെൻ ഈ എഫക്റ്റീവ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ എയർ വെലോസിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 60, അതുപോലെ തന്നെ 150, അതുപോലെ തന്നെ 220 എന്ന് പറയുന്ന എയർ വെലോസിറ്റിയുടെ ലൈനാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ വെലോസിറ്റിനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫക്റ്റീവ് ടെമ്പറേച്ചറിനെയാണ്. അതായത് ഇത് 10ൻ്റെ എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ, ഇത് 15ൻ്റെ, ഇത് 20യുടെ. നമ്മൾ എക്സാമ്പിളായിട്ടൊരു 25 എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എടുക്കുന്നു. അപ്പോൾ അവിടെ ഈ ഒരു പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ പിന്നെ ഗ്രാജുവലി വെലോസിറ്റി കൂടി ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. പക്ഷേ ഈ എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എടുക്കുമ്പോൾ ഇതിൽ വെലോസിറ്റി ഹൈ ആയാലും അതുപോലെ വെലോസിറ്റി കുറഞ്ഞാലും വെലോസിറ്റി 0 ആയാലെല്ലാം കിട്ടുന്ന ആ എഫക്റ്റ് സെയിം ആണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഇപ്പോൾ 25ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 25 എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എടുത്താൽ ഈ ഒരു പോയിന്റ്, അതായത് എയർ വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കുറവായിരിക്കണം. ഇനി എയർ വെലോസിറ്റി വളരെ ഹൈ ആയിരിക്കുന്നൊരു കേസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദ സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ ഈസ് ഒബ്സർവ്ഡ് അറ്റ് ഹയർ ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വിത്ത് ഹയർ വെലോസിറ്റീസ്. അപ്പോൾ ഈ ഒരു എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ എടുത്താൽ നമുക്ക് അവിടെ എന്താണ് ഉള്ളത്? ഹൈ വെലോസിറ്റിയിൽ ഡ്രൈ ബൾബിൻ്റെയും വെറ്റ് ബൾബിൻ്റെയും വാല്യൂ ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഹൈ ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഹൈ വെലോസിറ്റിയാണ്, പക്ഷേ സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചറുമാണ്. ദ സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ ഈസ് ഒബ്സർവ്ഡ്. ഈ കാണുന്ന രീതിയിൽ സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചറാണ് ഒബ്സർവ് ചെയ്യുന്നത്. എവിടെ? അറ്റ് ഹയർ ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഈ കാണുന്ന രീതിയിൽ വെറ്റ് ബൾബും ഡ്രൈ ബൾബും ഹൈ ആണ് വിത്ത് ഹയർ വെലോസിറ്റീസ്. അപ്പോൾ വെലോസിറ്റി കുറയും തോറും ഏത് സംഭവിക്കുന്നു? ആ സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ കിട്ടാൻ ഡ്രൈ ബൾബും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കുറയണം. ഇനി വെലോസിറ്റി കൂടുമ്പോൾ ആ സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ കിട്ടാൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കൂടണം.
ഇതാണ് എഫക്റ്റീവ് ടെമ്പറേച്ചറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നറിയണം നമുക്ക്. എങ്കിൽ മാത്രമേ ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ സാധിക്കൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.